എന്തൊക്കെ ചെയ്തിട്ടും ഒരു തൃപ്തിയുമില്ലാതെ, ഒരു ഭംഗിയുമില്ലാതെ, ഒരു വൃത്തിയുമില്ലാതെ കിടക്കണ ഒരു മാവിൻ ചുവടാണ് ട്ടാ. ആദ്യം റെയിൻ ലില്ലിയാണ് നട്ടത്. അത് പിടിച്ചില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് പിന്നെ അത് പറിച്ച് കളഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് സ്പൈഡർ പ്ലാന്റ് നട്ടു. അതും അങ്ങോട്ട് ഭംഗിയായില്ല. അത് കഴിഞ്ഞ് മണി പ്ലാന്റ് പിടിപ്പിക്കാൻ നോക്കി. അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വേണ്ട വേണം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അതും പറിച്ച് കളഞ്ഞു. പിന്നെ അവസാനം ഞാൻ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് നട്ടേക്കണത്. അത് പിന്നെയും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിൽക്കണുണ്ടെങ്കിലും നമുക്കൊരു തൃപ്തി വരണില്ല അവിടെ ചെയ്തിട്ട്. ഒരു ദിവസം എപ്പീഷ്യ ഹാങ് ചെയ്തേക്കണതിൽ നിന്ന് ഒരു തണ്ട് ഒടിഞ്ഞ് താഴെ വീണ് ട്ടാ. ജ്യൂട്സം ബൈക്കിന് പോയപ്പോഴേക്കും തല കൊണ്ടിട്ട് അങ്ങനെ വീണതാണ്. അപ്പം ഞാൻ അതെടുത്ത് വെറുതെ ഈ മാവിൻ്റെ ചുവട്ടിലോട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത് അതിൽ വലുതായിട്ടുണ്ട്. അതിൽ ഫ്ലവറും വന്ന് നിൽക്കണം, പിങ്ക് കളറിലെ എപ്പീഷ്യ ഫ്ലവറും വന്ന് നിൽക്കണം. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇടയ്ക്ക് കൂടി ഈ ഇത് എപ്പീഷ്യയും കൂടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിടിക്കുവാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ ഈ ഒരു ഏരിയ ഒന്ന് മേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആദ്യം ഞാൻ അവിടെ മാവിലയും അതും ഇതൊക്കെ ചവറൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് മാറ്റി ക്ലീനാക്കി. പിന്നെ ഇഷ്ടികയുടെ മുകളിൽ ചട്ടികളൊക്കെ വെച്ചിട്ട് അതിന്മേലും അഴുക്കുണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ അടിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെയും റെയിൻ ലില്ലിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് മുളച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പുല്ലും കളയൊക്കെ ഉണ്ട്. പിന്നെ അതും കൂടി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ്. അപ്പോൾ പിന്നെ മൊത്തമായിട്ട് ഒന്നങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടാ. എന്നിട്ട് എപ്പീഷ്യയുടെ ഗ്രീൻ ലീഫും റെഡ് ഫ്ലവറും വരുന്ന പ്ലാന്റാണ് ആദ്യമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുത്തി കൊടുത്തത്. അതിനുശേഷം ഒരു ബോട്ടിലിൽ 2 സ്റ്റെപ്പായിട്ട് ഞാൻ ബ്രൗൺ കളർ ലീഫും പിങ്ക് കളറിലെ ഫ്ലവറും വരുന്ന എപ്പീഷ്യ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് അതും ഇതിൻ്റെ ഇടക്ക് കുത്തി കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് ബ്രൗണും ഒരു സൈഡ് ഗ്രീനും ലീഫുള്ള രീതിയിലാണ് ഇപ്പോൾ വച്ചേക്കണത്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ നോഡുകൾ കുത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് നന്നായിട്ട് പിടിച്ചെങ്കിലേ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ചെയ്യണത്. അപ്പോൾ അത് നട്ട് കഴിഞ്ഞിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓസ് വെച്ച് അത് കഴിഞ്ഞ ശേഷം ഇഷ്ടികയൊക്കെ നന്നായിട്ട് കഴുകി. എന്നിട്ട് ഞാൻ വൈറ്റ് കളറിലെ പെയിൻ്റാണ് കേട്ടോ അടിക്കണത്. ഇവിടെ വീട് പെയിൻറ്റ് ചെയ്തപ്പോൾ ബാക്കി വന്ന പെയിൻ്റാണ് എടുത്തു വച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇഷ്ടികയ്ക്ക് അടിച്ചു കൊടുക്കണത്. കുറച്ച് കട്ടയിട്ടിരുന്ന കാരണം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അടിക്കണത്. പിന്നെ ഇഷ്ടിക ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചിരുന്നത് കാരണം ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങോട്ട് അഴുക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ വൈറ്റ് അടിക്കുമ്പം അതും കൂടി ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങുമ്പോഴേ കറക്റ്റായിട്ട് വൈറ്റ് കളർ തന്നെ ആകുമോ അല്ലെങ്കിൽ ഇനി ഓറഞ്ച് കളർ ആകുമോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സർക്കിള് ഇഷ്ടികയ്ക്ക് മാത്രമേ ഞാനിപ്പോൾ വൈറ്റ് അടിക്കുന്നുള്ളൂ. പുറത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ ചട്ടി കയറ്റി വയ്ക്കാനുള്ളതാണല്ലോ. അപ്പോൾ വൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഴുക്ക് വീണ് വേഗം വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ടാണിപ്പോൾ വെക്കാത്തത്. ഇനി വച്ചിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഭംഗിയില്ല അതും കൂടി അടിക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു റൗണ്ട് ഉള്ളിലത്തെ ആ ഒരു റൗണ്ട് മാത്രമാണ് കേട്ടോ ഇഷ്ടിക ചെയ്തിരിക്കുന്നത്. അപ്പം മാവിൻ്റെ ആ ചോട്ടിലും കൂടി വൈറ്റ് അടിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ച്. പിന്നെ ജൂട്സനെ പേടിച്ചിട്ട് വെറുതെ എന്തിനാ ഒരു കുടുംബകലഹം ഉണ്ടാക്കണേന്ന് ഓർത്തിട്ട് ചിലപ്പോൾ ജൂട്സന് ഇഷ്ടപ്പെടില്ല. കാരണം മരം എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. എന്നെ വേദനിപ്പിച്ചാലും കുഴപ്പമില്ല, മരത്തിന് വേദന എടുക്കില്ല എന്നുള്ള സങ്കടമുള്ള ഒരാളാണ്. അത് കാരണം ഞാൻ മാവിന് തൊട്ട് കളിക്കാൻ പോയില്ല. ഇഷ്ടികയ്ക്ക് മാത്രം പെയിൻ്റ് അടിച്ച് പെയിൻറ്റിങ് അവിടെ നിർത്തിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചെടികൾ ചട്ടികളെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ്. കൂടുതലും ലീഫി പ്ലാന്റ്സ് ആയത് കാരണം കളറ് മിങ്കിൾ ചെയ്താണ് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത് നേരത്തെ. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്ത് റെഡ് ലിപ്സ്റ്റിക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഗ്രീൻ ഒരു സൈഡിലും റെഡ് ഒരു സൈഡിലും ആയിട്ടാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെ ഉണ്ടാവും നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഒന്നുകൂടി ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?